കൗശലത്തിൽ വരങ്ങൾ കൈക്കലാക്കിയ ദാരികൻ ഉടൻ കൈലാസത്തിൽ നിന്നിറങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു സംശയം. തന്ന വരങ്ങളുടെ ബലമറിയാതെ തിരിച്ചു പോകുന്നതെങ്ങനെ? ദാരികൻ ഉടൻ തിരിഞ്ഞു നിന്നുകൊണ്ട് മഹാദേവനെ നോക്കി തനിക്ക് കിട്ടിയ ശക്തിമന്ത്രം ജപിച്ചു നോക്കി. പരീക്ഷണം വിഫലമായില്ല. ശ്രീ മഹാദേവന് ദേഹത്താസകലം വസൂരിയും പനിയും വന്നടഞ്ഞു. തനിക്ക് ദേവന്മാരെക്കാളും ശക്തി ലഭിച്ചു എന്നറിഞ്ഞ ദാരികൻ അട്ടഹസിച്ചുകൊണ്ട് തിരിച്ച് വനത്തകത്ത് ഭാര്യയായ മനോദരിയുടെ അടുത്തെത്തി കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു. തൻ്റെ മന്ത്രശക്തിയാൽ അവൻ കോട്ടകൊത്തളങ്ങളും കിടങ്ങുകളും ഗോപുരങ്ങളും ആവശ്യത്തിലധികം ധനവും നിർമ്മിച്ചെടുത്തു. ഉടനെ തൻ്റെ ഹോമപുരയിൽ ചെന്ന് ഹോമം തുടങ്ങി. തൻ്റെ തുടയിലെ മാംസമറുത്ത് അഗ്നിയിൽ ഹോമിച്ചു. അതിൽ നിന്നും ഉയർന്ന കറുത്ത പുക നേരെ കൈലാസത്തിലേക്ക് പോയി ദേവന്മാരുടെ ശക്തിയെ ക്ഷയിപ്പിച്ചു. അവിടെ കൊണ്ടും ദാരികൻ നിർത്തിയില്ല. അസുരശക്തി വർദ്ധിപ്പിക്കുവാൻ ഇനി മുതൽ തൻ്റെ കോട്ടയിൽ സൂര്യരശ്മി തട്ടരുത് എന്ന് ആജ്ഞാപിച്ചു. അങ്ങനെ അസുരരാജനായ ദാരികൻ ത്രിലോകങ്ങളെയും കീഴടക്കി ഭരിച്ചു വന്നു. ഭൂലോകത്ത് പൂജകളും ഹോമങ്ങളും ദാനങ്ങളും എല്ലാം ഇല്ലാതെയായി. ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി. ഈ അവസരത്തിൽ ദേവന്മാരെല്ലാവരും കൂടി ചേർന്ന് വിഷ്ണുലോകത്തേക്ക് യാത്രയായി. വിഷ്ണുമായ തൻ്റെ പച്ചത്തേരിൽ വന്ന കാര്യം അന്വേഷിച്ചു. നടന്ന കാര്യങ്ങളും 7 ദിവസമായി സൂര്യനെ കാണുന്നില്ല എന്നും രാവും പകലും തിരിച്ചറിയുന്നില്ല എന്നും ജനങ്ങൾ പരിഭ്രാന്തിയിലാണെന്നുമുള്ള കാര്യം അറിയിച്ചു. വിഷ്ണുമായ അവരെ ആശ്വസിപ്പിച്ചിട്ട് തൻ്റെ പച്ചത്തേരിലേറി നേരെ കൈലാസത്തിലെത്തി. കൈലാസമാകെ പൂട്ടിക്കിടക്കുന്നു. മന്ത്രശാലയിലെ ഒരു തൂക്കുമഞ്ചലിൽ മഹാദേവൻ അവശനായി കിടക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. എന്നാൽ ഇനി ദുഃഖിക്കേണ്ട എന്നും ഇതിനൊക്കെയുള്ള കൗശലം താൻ പറഞ്ഞു തരാമെന്നും അറിയിച്ചു. ആദ്യം ഖണ്ഡാകർണ മന്ത്രം ജപിക്കുവാൻ ആവശ്യപ്പെട്ടു. മഹാദേവൻ ജപിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ കർണപുടം പൊട്ടി ഖണ്ഡാകർണൻ പുറത്തേക്ക് വന്നു. ഉരുകിക്കൊണ്ടിരുന്ന കൈലാസം പെട്ടെന്ന് പഴയതുപോലെ തണുത്തുറഞ്ഞു. ഖണ്ഡാകർണൻ മഹാദേവന്റെ കഴുത്തറ്റം വരെ നക്കിക്കൊണ്ട് വസൂരിക്കലകളൊക്കെ മാറ്റിക്കൊടുത്തു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, നീ ഭൂമിലോകത്തു പോയി കുടിയിരിക്കുവാനും തൻ്റെ ഭക്തജനങ്ങൾ നിനക്ക് പഴമൂട്ട് നൽകുമ്പോൾ അവരുടെ വസൂരി മാറ്റി അവരെ അനുഗ്രഹിക്കുവാനും ആവശ്യപ്പെട്ടു. ഇതും കേട്ട് കൈ തൊഴുതുകൊണ്ട് ഖണ്ഡാകർണൻ ഭൂമിലോകത്തേക്ക് യാത്രയായി. സുഖം പ്രാപിച്ച മഹാദേവൻ വിഷ്ണുമായയോട് താൻ കൊടുത്ത വരങ്ങളെക്കുറിച്ചെല്ലാം ഉണർത്തിച്ചപ്പോൾ എന്തിനാണ് ഇത്തരം വരങ്ങൾ കൊടുക്കുന്നതെന്നും ഇനി ഇതിൻ്റെ പോംവഴി ആലോചിക്കാമെന്നും വിഷ്ണുമായ പറഞ്ഞു. സ്ത്രീകളാൽ കൊല്ലപ്പെടില്ല എന്നൊരു വരം കൊടുത്തിരുന്നോ എന്നും ചോദിച്ചു. ഇല്ല എന്നും അങ്ങനെയാണെങ്കിൽ താനൊരു വഴി പറയാമെന്നും വിഷ്ണുമായ മറുപടി കൊടുത്തു. മഹാദേവനോട് ശക്തി പഞ്ചാക്ഷരി എന്ന മന്ത്രം ജപിക്കുവാൻ ആവശ്യപ്പെട്ടു. മഹാദേവൻ ധ്യാനനിമഗ്നനായിക്കൊണ്ട് മന്ത്രം ജപിക്കുവാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ നെറ്റിത്തടം പൊട്ടി തൃക്കണ്ണിൽ നിന്നും തീപ്പൊരികൾ ചിതറാൻ തുടങ്ങി. കൈലാസത്തിലെ തൂവെള്ള മലകൾ എല്ലാം കറുത്തിരുണ്ടു. വൃക്ഷങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്തു. ലോകത്തിലെ തിരമാലകളും കാറ്റും എല്ലാം നിശ്ചലമായി. പ്രകൃതിയിൽ ഓരോ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. ആ അഗ്നിസ്ഫുലിംഗങ്ങൾ പതിച്ച മണ്ണിൽ നിന്നും ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഘോര രൂപം ആഗതമായി. മാതൃഭാവമാണെങ്കിലും പ്രകൃതിയുടെ പൂർണ്ണ വന്യതയിലെ ഒരു സ്ത്രീരൂപം. ലോകം നിറഞ്ഞ മാതാവായ സാക്ഷാൽ ശ്രീ ഭദ്രകാളി അമ്മ അവതാരം ചെയ്തു. കൂരിരുളിനു സമാനമായ കൃഷ്ണവർണം, ആടിയുലയുന്ന ചുരുണ്ട കേശഭാരം, സൂര്യനും ചന്ദ്രനുമാകുന്ന 2 കണ്ണുകൾ, ചെവിയിൽ ആഭരണങ്ങളായി മദഗജവും സിംഹവും. ആ ഉഗ്രരൂപത്തിൻ്റെ തീക്ഷ്ണതയിൽ ലോകം തന്നെ ഒന്ന് നിശ്ചലമായി നിന്നു. മഹാദേവൻ കണ്ണുകൾ സാവധാനം തുറന്നപ്പോൾ തൻ്റെ പൊന്മകളായ കാളി തൻ്റെ മുന്നിൽ നഗ്നയായി നിൽക്കുന്നു. തൻ്റെ കണ്ണുകൾ വീണ്ടും അടച്ചു. ഭദ്രകാളി അമ്മ അച്ഛനോട് ചോദിച്ചു, എന്നെ വിളിച്ചിട്ട് അച്ഛനിരുന്ന് ഉറങ്ങുകയാണോ? അതിന് മറുപടി എന്നോണം പൊന്മകൾ തെക്ക് തെന്മലയിൽ ചെന്ന് കാട്ടിനുള്ളിലെ വെള്ളാനത്തോൽ കൊണ്ട് ഉടയാട ചാർത്തി വന്നാൽ വിളിച്ച കാര്യം പറയാമെന്നായി അച്ഛൻ. അതുകേട്ട് കാട്ടിലേക്ക് ചെന്നപ്പോഴേ വനം മുഴുവൻ വിറച്ചു തുടങ്ങി. ആനകൾ വിരണ്ടോടി. ആനത്തോലെടുത്ത് തിരുവരയ്ക്ക് ഉടയാട ചാർത്തിക്കൊണ്ട് ദേവി കൈലാസത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. വന്നയുടനെ അച്ഛനെ കാലിൽ തട്ടി വിളിച്ചുണർത്തി. ലോകം നിറഞ്ഞ ഭദ്രകാളി മാതാവായ തൻ്റെ പൊന്മകളോട് അവതാരോദ്ദേശവും നടന്ന കാര്യങ്ങളും ഒക്കെ അച്ഛൻ പറഞ്ഞുകൊടുത്തു. എന്നാൽ ശക്തിമന്ത്രം കൈക്കലാക്കിയ അവനെ എങ്ങനെ കൊല്ലാൻ കഴിയുമെന്നായി ദേവി. അതിനൊക്കെയുള്ള വഴി തെളിയുമെന്നും പോരിനു പോകുമ്പോൾ 7 കാളികളും ഖണ്ഡാകർണനും വേതാളിയും നിന്റെ സഹായത്തിനായി ഭൂമിലോകത്ത് കാണുമെന്നും അച്ഛൻ അനുഗ്രഹിച്ചു. തൻ്റെ തൃജ്ജട പിടിച്ച് നിലത്തടിച്ചപ്പോൾ അതിൽ നിന്നും വീരഭദ്രനും ജന്മം കൊണ്ടു. കാളിയെ പോരിന് സഹായിക്കാൻ ഒരുമിച്ച് പോകണം എന്നും മഹാദേവൻ പറഞ്ഞു.
തിരിച്ചു ജയിച്ചു വന്നാൽ ദാരികന് കൊടുത്ത വരങ്ങൾ തനിക്ക് നൽകണമെന്നും ദേവി ആവശ്യപ്പെട്ടു. മഹാദേവനിൽ നിന്നും അനുഗ്രഹം മേടിച്ച് ലോകം നിറഞ്ഞ ശ്രീ ഭദ്രകാളി മാതാവും വീരഭദ്രനും ഭൂമിലോകത്തേക്ക് ദാരികനെ അന്വേഷിച്ചു പോകുന്നു.